ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വൻ മലക്കം മറിച്ചിൽ കണ്ട ബീഹാർ ഇക്കുറി ആർക്കൊപ്പം നിൽക്കും? ബീഹാറിൽ എൻഡിഎയുടെ ലോക്സഭാ സീറ്റ് വിഭജനം ബിജെപിക്ക് തലവേദനയാവുകയാണ്. സഖ്യകക്ഷികളുടെ തമ്മിലടിയും വൻ അവകാശവാദങ്ങളുമാണ് സീറ്റ് വിഭജനം ദുഷ്കരമാക്കുന്നത്. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിൽ ബിജെപി 30 എണ്ണത്തിൽ മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സഖ്യകക്ഷികളെ 10 സീറ്റിൽ ഒതുക്കാൻ ബിജെപി ശ്രമിക്കുമ്പോൾ ഇരട്ടി സീറ്റ് വേണമെന്ന് സഖ്യകക്ഷികളും പറയുന്നു. ബീഹാറിൽ നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മഹാറാലിയിലെ ഗാന്ധി മൈതാനം നിറഞ്ഞു കവിഞ്ഞെത്തിയ ലക്ഷങ്ങളാണ് പ്രതീക്ഷ. അവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് എൻഡിഎയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷ നിര. 2019 കണക്കുകൾ ആർക്കാണ് അനുകൂലമായി നിൽക്കുന്നത്? ആ കണക്കിന്റെ വ്യത്യാസം ഇക്കുറി എങ്ങനെയായിരിക്കും 2024 വരാൻ പോകുന്നത്? നമ്മൾ പോകുന്നു ബീഹാറിലേക്ക്. 40 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബീഹാർ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 40 ലോക്സഭാ മണ്ഡലങ്ങളിലായി 7,02,93,144 വോട്ടർമാരാണ് ബീഹാറിൽ ആകെയുള്ളത്. ഈ വോട്ടർമാരിൽ പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് 4,08,11,991 മാത്രം. ഇതിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു? കഴിഞ്ഞ തവണ ഒന്നിച്ചു മത്സരിച്ച ബിജെപി JDU സഖ്യത്തിന് ബിജെപി 17 സീറ്റുകൾ ആണ് കഴിഞ്ഞ തവണ സ്വന്തമാക്കിയത്. ആ കണക്കുകളിലേക്ക്, ആ സീറ്റ് ഡിവിഷനിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടം 2019 നിന്നത് ഇങ്ങനെയാണ്. ബിജെപി 17 സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ JDU 16, LJP 6, കോൺഗ്രസ് 1. ഇങ്ങനെയായിരുന്നു 2019 വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 40-ൽ 39 എൻഡിഎക്കൊപ്പമായിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് ലഭിച്ചപ്പോൾ RJD 0-ൽ ഒതുങ്ങി. ആഞ്ഞു പിടിച്ചാൽ ഇക്കുറി 15 മുതൽ 20 സീറ്റ് വരെ തങ്ങൾക്ക് നേടാമെന്നാണ് ഇപ്പോഴത്തെ റാലിയിലെ ആൾക്കൂട്ടം കണ്ട് ആത്മവിശ്വാസത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. വോട്ട് വിഹിതം നിൽക്കുന്നത് ഇങ്ങനെയാണ്. ബിജെപിക്ക് 24.1% ആണ് കയ്യിലുള്ള വോട്ട് വിഹിതം. JDUവിന് 22.3%. RJDക്ക് 15.7% വോട്ടുണ്ട്. ബീഹാറിൽ LJPക്ക് 8.8%, കോൺഗ്രസിന് 7.9%. മറ്റുള്ളവരെല്ലാം ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ 22%. ഈ കിടക്കുന്ന രാഷ്ട്രീയ ഭൂപടം അതിക്കുറി എങ്ങനെയാണ് ഈ വോട്ട് വിഹിതത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം അതൊരു വലിയ ബാലികേറ മല തന്നെയാണ് ബീഹാറിൽ. അതുകൊണ്ട് സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് ഇന്ത്യ സഖ്യം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 40 സീറ്റിൽ അവർ മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം. 40-ൽ ഇന്ത്യ മുന്നണി RJD ലീഡ് ചെയ്തുകൊണ്ട് RJDയുടെ മുന്നേറ്റം കണ്ട റാലി, അതിനുശേഷം സീറ്റ് വിഭജനത്തിലേക്ക് വരുമ്പോൾ 40-ൽ എത്ര വീതം? RJD 28 സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സീറ്റ് വിഭജനം കൂടി നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. RJD 28 സീറ്റിലും കോൺഗ്രസ് 8 സീറ്റിലും CPIML 2 സീറ്റിലും CPM-ഉം ഓരോ സീറ്റുകളിലും മത്സരിക്കാം. അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത്. 2019 NDA UPA വോട്ട് വിഹിതം എങ്ങനെയായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. NDAയുടെ സീറ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വോട്ട് വിഹിതം നിൽക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ബീഹാറിൽ ബിജെപിക്ക് 24.1% വോട്ടുകളാണ് 2019 കണക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. JDUവിന് 22.3%, LJPക്ക് 8%, ശിവസേനയ്ക്ക് 0.2%. ഇത്രയും വോട്ടുകളാണ് 2019 കണക്കാണിത്. ആ വോട്ട് ഡിവിഷനാണിത്. ഇനി UPAയിലേക്ക് വന്നു കഴിഞ്ഞാൽ UPAയിൽ കോൺഗ്രസിന്റെ പക്കലുള്ളത് 7.9% വോട്ടുകളായിരുന്നു 2019 ടാലി അനുസരിച്ച്. RJDയുടെ പക്കൽ 15.7%. ഒപ്പം HAMന്റെ പക്കലുള്ളത് 2.4%, JAPയുടെ പക്കൽ 0.1%, VIP 1.7%, RLSP 3.7%, NCP 0.1%, CPI 0.7%, JMM 0.1%, CPIMLന് 1.4%. ഇങ്ങനെയാണ് UPA ഒരു വലിയ രാഷ്ട്രീയ ഭൂപടം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ കണക്ക്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ BJPയെ കടത്തിവെട്ടി മുന്നേറാം എന്ന് ഇപ്പോൾ പ്രതിപക്ഷം കണക്ക് കൂട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബീഹാർ എന്ന് നമുക്കറിയാം. ബീഹാറിനൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രതിപക്ഷം. അവിടെ എങ്ങനെയൊക്കെ ഐക്യം കൊണ്ടുവരാം, എങ്ങനെയൊക്കെ BJPയെ തളർത്താം, പിളർത്താം, അങ്ങനെയുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്തിയതോടെ അവിടുത്തെ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ, ഒപ്പം NCP ശരത് പവാർ പക്ഷം, ഈ സഖ്യം ഏതാണ്ട് ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ബീഹാറിലെ JDU RJD കോൺഗ്രസ് സഖ്യം പൊളിച്ചതോടെ BJPയുടെ ആ ലക്ഷ്യവും പൂർത്തിയായതാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത്.
കണ്ടത്. പക്ഷേ ചില കണക്കുകൾ അത് ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് വേണം പറയാൻ. അത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. BJPയുടെ പക്കലുള്ളത് 2020 74 നിയമസഭാ സീറ്റുകളാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 18 ലോക്സഭാ സീറ്റുകൾ നിശ്ചയമായും നേടാൻ കഴിയും. RJDക്ക് 75 നിയമസഭാ സീറ്റ് എന്ന അനുപാതം വെച്ച് നോക്കുമ്പോൾ 19-ലെത്താം. JDUവിന് 43 എന്ന് പറയുമ്പോൾ 10. LJPക്ക് 1 ലോക്സഭാ സീറ്റുകൾ 2 വരെ LJPക്ക് സ്വന്തമാക്കാൻ കഴിയും. കോൺഗ്രസിന് 19 നിയമസഭാ സീറ്റുകളാണുള്ളത്. കൊണ്ട് തുറക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. HIMന് 4 നിയമസഭാ സീറ്റുകൾ, AIMIMന് 5, CPIMLന് 12, RLSPക്ക് 1. ഇതാണ് ബീഹാറിലെ 2020 നിയമസഭാ സീറ്റുകളുടെ കൂടി കണക്ക് വെച്ച് നോക്കുമ്പോഴുള്ള പോൾ പൊസിഷൻ. പക്ഷേ ഈ പോൾ പൊസിഷനൊക്കെ എങ്ങനെ മാറിമറിയും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം കൂടി പറയാം. നിലവിലെ മഹാസഖ്യത്തെ വിഭജിച്ചുകൊണ്ടാണ് BJPയെ കൂടെ കൂട്ടി നിതീഷ് കുമാർ പുതിയ സർക്കാർ രൂപീകരിച്ചത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മാസം നടന്നത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ പുതിയ സർക്കാരിന് വേണ്ടിയുള്ള നിതീഷ് കുമാറിന്റെ മലക്കം മറിച്ചിൽ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിള്ളലുണ്ടാക്കാൻ പോവുക? ആ വിള്ളൽ ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബാങ്കിൽ ഒരു വലിയ വിള്ളലായി മാറുമോ? ആ തന്ത്രം BJPക്ക് കൃത്യമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് പഴയ പിണക്കമെല്ലാം മറന്ന് നിതീഷിനോട് കണക്ക് കൂട്ടാം, ഒപ്പം നിതീഷിനുമായി ചേർന്നുള്ള കണക്കുകൂട്ടലിലൂടെ ആ കൈകോർക്കലിലൂടെ വീണ്ടും ബീഹാർ തൂത്തുവാരാം. BJPയുടെ ലക്ഷ്യം അത് മാത്രമാണ്. ഇത് മുന്നിൽ കണ്ടാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് BJP സർക്കാർ ഭാരതരത്ന നൽകിയതും. അതിനെ നിതീഷ് കുമാർ തൊട്ടടുത്ത ദിവസം തന്നെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതോടുകൂടിയാണ് ബീഹാറിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റം വരാൻ പോകുന്നുവെന്ന സൂചന ദേശീയ രാഷ്ട്രീയത്തിൽ വന്നത്. പ്രതിപക്ഷം ജാതി സെൻസസിനെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കുമെന്ന് BJP കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ നിതീഷിനെ കൂടെ കൂട്ടുന്നു, കർപ്പൂരി ഠാക്കൂറിന് പുരസ്കാരം നൽകുന്നു. അങ്ങനെ ബീഹാറിനെ കയ്യിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഇന്ത്യ മുന്നണിക്ക് അത്ഭുതങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ കഴിയുമോ? പ്രവചനാതീതമാണ് ബീഹാറിന്റെ മനസ്സ്. അതുകൊണ്ട് 2024 വോട്ട് എണ്ണി കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല. നിലവിൽ നിതീഷ് ഒപ്പമുള്ളതുകൊണ്ട് NDAക്ക് കരുത്തുണ്ട്. പക്ഷേ ഇപ്പുറം അത്ര ഛിന്ന ഭിന്നമായോ എന്ന കണക്കുകളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.